ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ മസ്ജിദുകൾക്ക്, പള്ളികൾക്ക് ഇസ്ലാമിക സമൂഹത്തിൻ്റെ വികാസത്തിലും പരിവർത്തനത്തിലും കെട്ടുറപ്പിലുമൊക്കെ വലിയ ബാധ്യത നിർവഹിക്കാൻ കഴിഞ്ഞതായി നമുക്ക് മനസ്സിലാകും. നമുക്കൊക്കെ പല ഇഷ്ടവിഷയങ്ങളും ഉണ്ടാകും. ജീവിതത്തിൽ നമ്മുടെ പാഷനായിട്ട് നമ്മൾ എടുക്കുന്ന പല വിഷയങ്ങളും ഉണ്ടാകും. ചില ആളുകൾക്ക് കൃഷിയായിരിക്കും, വേറെ ചില ആളുകൾക്ക് സ്പോർട്സ് ആയിരിക്കും. കാളപൂട്ട് തൊട്ട് ക്രിക്കറ്റ് വരെ ഭയങ്കര പ്രിയങ്കരമായ വിഷയങ്ങളായിട്ടുള്ള ആളുകൾ പൊതുവെ സമൂഹത്തിലുണ്ട്. നമുക്കെങ്ങനെ ഈ ഞാൻ പറഞ്ഞ പോലെ കാളപൂട്ട് തൊട്ട് ക്രിക്കറ്റ് വരെ പിന്നെ ഫുട്ബോൾ വരെ എത്ര പ്രിയപ്പെട്ടതാണോ അത് നമ്മൾ എത്ര വലിയ സംഭവമായിട്ട് വിചാരിക്കുന്നുവോ അതിലേറെ വലിയ സംഭവമായി പള്ളിയെയും അതിൻ്റെ പരിപാലനത്തെയും അതിൻ്റെ സംരക്ഷണത്തെയും ഒക്കെ കണ്ട ഒരു സമൂഹത്തെ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് പരിചയപ്പെടാൻ കഴിയും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ലൗല സലാസുൻ മാ അഹ്ബബ്തുൽ ബഖാ ഫി ദുനിയ, 3 കാര്യങ്ങളില്ലായിരുന്നെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം തന്നെ എനിക്ക് ഒരിക്കലും പ്രിയപ്പെട്ടതാകുമായിരുന്നില്ല. ഈ ഭൂമിയിൽ എനിക്ക് ജീവിക്കണം എന്ന് തോന്നാനുള്ള കാരണം, എൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് മുഖാബദത്തുൽ ലൈൽ, രാത്രിയിലെ ആരാധനകളും അനുഷ്ഠാനങ്ങളും പരിശ്രമങ്ങളുമാണ്. രാത്രിയിലെ ആരാധനകളും അനുഷ്ഠാനങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തിയുണ്ട്. നന്നായി എക്സസൈസിന് പോണ ഒരാൾ എക്സസൈസൊക്കെ കഴിഞ്ഞ് ഇത്രയും തുടർച്ചയായ ദിവസങ്ങൾ ഞാൻ എക്സസൈസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് റിസൾട്ട് വരുമ്പോൾ അയാളുടെ പരിശ്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാളുടെ ബ്ലഡും അനുബന്ധങ്ങളൊക്കെ ഭയങ്കര പക്കയാണ് എന്ന് വരുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ഞാനതൊന്ന് ഉദാഹരണം പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു തൃപ്തി ഉണ്ട് എന്ന് പറയുന്നത് പോലെ രാത്രി ഉറക്കൊഴിച്ച് ആരാധനകൾ നിർവഹിച്ച് ഖുർആൻ പാരായണം ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഭൂമിയിൽ എനിക്ക് ജീവിക്കണം എന്നതിൻ്റെ ഒരു പ്രചോദനം അതാണ്. അപ്പോൾ മുലാഖാത്തുൽ ഇഖ്വാൻ, ഇസ്ലാമിക സമൂഹത്തിൽ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ നിരന്തരം കണ്ടുമുട്ടുമ്പോൾ അവർ തരുന്നൊരു തണുപ്പുണ്ട്, അവരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജിയുണ്ട്. ആദർശ സുഹൃത്തുക്കളുമായുള്ള കൂടിക്കാഴ്ചകളും ഒത്തുകൂടലുകളും എനിക്ക് നൽകുന്നൊരു വലിയ കരുത്തുണ്ട്. മൂന്നാമത് അദ്ദേഹം പറയാണ്, വസ്വലാത്തു ഫി ജമാഅത്തിൻ ഫിൽ മസാജിദ്, പള്ളികളിലെ ജമാഅത്ത് നമസ്കാരം എനിക്ക് വലിയ ജീവിക്കാനുള്ള പ്രചോദനങ്ങളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അവരുടെ ജീവിതം പരലോകത്തേക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളായിരുന്നു. അവരുടെ പ്രചോദനങ്ങൾ പരലോകവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ വാചകത്തിൽ കാണാം, അൽ മസാജിദു ബുയൂത്തുൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്ന സമൂഹത്തിന്റെ വീട് തന്നെയും പള്ളിയാണ്. അവർക്ക് അവരുടെ വീടിനേക്കാളും പ്രിയപ്പെട്ടത് പള്ളിയായിരിക്കും. വമൻ അമറഹ റഫഅഹുല്ലാഹ്, പള്ളിയെ പരിപാലിക്കുന്നവനെ അള്ളാഹു ഉയർത്തും. പള്ളിയെ ശരിയാം വിധം കൊണ്ടു നടക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും എന്നാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു മസ്ഊദ് പറഞ്ഞു, പള്ളിയിൽ നമസ്കരിക്കുന്ന കാര്യം ഒക്കെ പറഞ്ഞതിന് ശേഷം, മൻ സറഹു അയ്യൽഖല്ലാഹ ഗദൻ മുസ്ലിമൻ, നാളെ മുസ്ലിമായി തന്നെ അള്ളാഹിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, ഒരുപാട് വ്യതിയാന ചിന്തകളും ഒരുപാട് ജീവിത സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരാൾ, അയാൾ ശരിക്കും മരിച്ച് അള്ളാഹിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽയുഹാഫിൽ അല ഹാദിഹി സ്വലവാത്ത് ഹൈസു യുനാദി ബിഹിന്ന, എവിടെ വെച്ചാണോ ബാങ്ക് വിളി കേൾക്കുന്നത് അവിടെ പോയി നിസ്കരിക്കുന്ന മനോഗതത്തിലേക്ക് നിങ്ങൾ വളരണം. അപ്പൊ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പള്ളി എന്ന് പറയുന്നത് അവന്റെ ശരിയായ മരണത്തിനും അവന്റെ ശരിയായ വിശ്വാസ നിലപാടുകളുടെ സംരക്ഷണത്തിനും കൂടി വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇബ്നു മസ്ഊദിനെ കുറിച്ച് ആളുകൾ രേഖപ്പെടുത്തിയത്, മാ തഖല്ലഫ ഇബ്നു മസ്ഊദൻ അൻ സ്വലാത്തിൻ ഫി ജമാഅത്തിൻ ഖത്തു, ഒരു ജമാഅത്തിലേക്ക് വൈകി വരിക പോലും ചെയ്തിട്ടില്ല അദ്ദേഹം. ഒരു ജമാഅത്തിലേക്ക് വൈകി വരിക പോലും ചെയ്തിട്ടില്ല. എൻ്റെ വിശ്വാസവും എൻ്റെ ഈമാനും സംരക്ഷിക്കപ്പെടേണ്ടുന്ന ഒന്നാണ് ഈ പള്ളിയും ഈ നമസ്കാരവും എന്ന ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായതുകൊണ്ട് വൈകിപ്പോലും വന്നിട്ടില്ല. അത്ര നിഷ്ഠ അദ്ദേഹം പാലിച്ചിരുന്നു എന്നാണ്. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ കാര്യം പറയാണ്, ഇദാ ദഖലൽ മസ്ജിദ ഖാല, പള്ളിയിൽ കയറി അദ്ദേഹം പറയും, ദിക്റൊക്കെ ചൊല്ലിന്റെ ശേഷം പറയും, അല്ലാഹുമ്മ അൻത സലാം മിൻക സലാം, പടച്ചോനെ നീ സലാമാണ്, നിന്റെ നാമങ്ങളിൽപ്പെട്ടതാണ് സലാം എന്നത്, സമാധാനം എന്നത്, നിന്നിൽ നിന്നാണ് സലാം. വക്കാന യജ്ലിസു ഫീഹി ത്വീലൻ ലിൽ ഇബാദ, ആരാധനകൾക്ക് വേണ്ടി അദ്ദേഹം അവിടെ ധാരാളം സമയം ചെലവിട്ടിരുന്നു. സഅദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുള്ളയെ കുറിച്ച് പറയാണ്, മാ ഫാതത് സഈദൻ തക്ബീറത്തുൽ ഇഹ്റാം 40 സന, ഒന്നാമത്തെ തക്ബീർ തന്നെ അദ്ദേഹത്തിന് സഈദ് ഇബ്നു മുസയ്യിബിന്
40 കൊല്ലം നഷ്ടപ്പെട്ടിട്ടില്ല. 40 കൊല്ലം ഒരു ദിവസം പോലും ഒന്നാമത്തെ തക്ബീർ, ഇമാമ തക്ബീർ ചൊല്ലുന്ന ഒന്നാമത്തെ തക്ബീർ നഷ്ടപ്പെടാത്ത വിധം പള്ളിയുമായി അദ്ദേഹം ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയായിരുന്നു. കാനു യറൗന, ഹസനുൽ ബസരി പറയാ, കാനു യറൗന ഇമാറത്തുൽ മസാജിദ്, പള്ളികളുടെ സംരക്ഷണത്തെ അവർ കണ്ടിരുന്നത് സ്വദഖത്തുൻ ജാരിയത്തുൻ, അതൊരു സ്വദഖ ജാരിയായിട്ടാണ്, എന്നും കൂലി കിട്ടണേ, മരിച്ചാലും കൂലി കിട്ടണേ ഒരു പുണ്യമായിട്ടാണ് കണ്ടിരുന്നത്. ലാ യൻഖതി അജ്റുഹാ, എന്താ സ്വദഖ ജാരിയന്റെ പ്രത്യേകത? അതൊരിക്കലും മുറിഞ്ഞു പോണ സ്വദഖയല്ല, അത് മുറിഞ്ഞു പോണ പുണ്യമല്ല. വേറെ പല പുണ്യങ്ങളും നമ്മൾ നിസ്കരിച്ചത് നമ്മൾ മരിച്ചാൽ അവസാനിക്കും, അല്ലെ? നമ്മൾ ദിക്റ് ചൊല്ലിയത് നമ്മൾ മരിച്ചാൽ അവസാനിക്കും. എന്നാൽ സ്വദഖ ജാരിയന്റെ പ്രത്യേകത എന്താ? അത് മരിച്ചാലും നമ്മുടെ ആയുസ്സിന് വർധനവ് തരുന്ന, മരിച്ചാലും ജീവിക്കാണ്. 20-ാം വയസ്സിൽ മരിച്ചിട്ടുണ്ടാകും, പക്ഷേ 5000 കൊല്ലം ജീവിച്ച കൂലിയായിരിക്കും. കാരണം അയാളൊരു സ്വദഖ ജാരിയ ചെയ്തിട്ടുണ്ടാകും. അയാൾ മരണപ്പെട്ടതിന്റെ ശേഷം ലോകം എത്ര കാലം നിലനിന്നോ ആ കാലം അത്രയും അയാൾക്ക് പുണ്യം കിട്ടുന്ന നന്മകളെ കുറിച്ചാണ് നമ്മൾ ജാരിയായ സ്വദഖ എന്ന് പറയാം. ഇങ്ങനെ ധാരാളം വരികൾ. അഖ്നഫ് ബിൻ ഖൈസ് പറയാണ്, ഹദാ ബൈത്തുൽ മുലൂക്ക്, ഇത് ചക്രവർത്തിമാരുടെ വീടാണ്. പള്ളിയെ കുറിച്ച് പറയാം, ഇത് ചക്രവർത്തിമാരുടെ വീടാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ നിലക്ക് ഞാനിവിടെ എൻ്റെ സംസാരത്തിന്റെ ആരംഭത്തിൽ പറയാൻ ശ്രമിക്കുന്നത്, പള്ളി എന്നുള്ളതിന് നമ്മുടെ സമൂഹം കൊടുക്കുന്ന ഒരു മനോനിലയല്ല പ്രവാചകന്റെ സ്വഹാബത്തും താബിഈങ്ങളൊന്നും കൊടുത്തത്. വെള്ളിയാഴ്ച വണ്ടി കയറി ഒത്തുകൂടി ഇറങ്ങിപ്പോരാനുള്ള ഒരു സംഭവം, കുട്ടിന്റെ കല്യാണം രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സ്പേസ്, അല്ലെ, ഞാൻ കമ്മിറ്റിന്റെ ഒക്കെ ഒരാളാണ്, ഞാൻ ഇവിടുത്തെ എന്നതാണ് എന്ന് പറയാനുള്ളൊരു അഡ്രസ്സ്, അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരു വ്യക്തിയുടെ വിശ്വാസവും ജീവിതവുമായി ഏറെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ പള്ളി എന്ന് പറയുന്നത്. നോക്കൂ, നിങ്ങൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഇന്നല്ലാഹ യുനാദി യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കും, ഐന ജീറാനി ഐന ജീറാനി, എന്റെ അയലോക്കക്കാരെവിടെ, എന്റെ അയലോക്കക്കാരെവിടെ എന്നിങ്ങനെ ഉറക്കെ വിളിച്ചു. അള്ളാഹുവിന്റെ വിളി ഇങ്ങനെ മനുഷ്യന്മാർക്ക് കേൾക്കാം എന്നാണ്. ഫതഖൂലുൽ മലായിക, അപ്പൊ മലക്കുകൾ ചോദിക്കും, റബ്ബന വമൻ യംബഗി ലഹു അൻ യുജാവിറക്, നിന്റെ അയൽവാസിയാകാൻ എന്ത് യോഗ്യതയാണ് വേണ്ടത് പടച്ചോനെ എന്ന് ചോദിക്കും. ഫയഖൂലു ഉമ്മാറുൽ മസാജിദ്, പള്ളികളെ പരിപാലിച്ചുകൊണ്ട് നടന്നവരാണ് എന്റെ അയലോക്കക്കാർ. പള്ളിയുടെ പരിപാലനം എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമാണ്. ഇപ്പൊ കേരളത്തിലൊക്കെ ചില പള്ളികളൊക്കെ എനിക്കറിയാം, അവിടെ വെള്ളിയാഴ്ച അവിടെ പിന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ, പള്ളി ഞങ്ങളുടേതാണ് നിങ്ങളുടേതാണെന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ ഒരു 3-ാം കക്ഷി വന്നു അവിടെ. ഞാൻ ദീർഘകാലം ഹുത്ത് പറഞ്ഞ പള്ളിന്റെ കാര്യം പറയണേ കേട്ടോ. ചില സംഘടനാ സംഘർഷങ്ങളൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് ചില പുതിയ ആളുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇതിന്റെ ആധാരം ഇന്ന ആളുകൾ എടുത്താണെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നപ്പോൾ, ഈ രംഗത്ത് വന്ന ആളുകളും ഇത് കൈവശം വെക്കുന്ന ആളുകളും അല്ലാത്ത 3-ാമത്തെ ഒരു കക്ഷി വന്നു. 3-ാമത്തെ ഒരു കക്ഷി വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇതിന്റെ ടോയ്ലറ്റ് കഴുകുന്നത് ഇന്ന ആൾക്കാരാണ്, ഇവിടെ ഇത് ക്ലീനാക്കി കൊണ്ടെടുക്കുന്നത് ഇന്ന ആൾക്കാരാണ്, ഇവിടെ ആ മൂലക്ക് ഇരിക്കണം ആ മെഷീൻ എടുത്തിട്ട് ഇതൊക്കെ വൃത്തിയാക്കണം ഇന്ന ആൾക്കാരാണ്. ഓലപ്പള്ളി വിട്ടോളി പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിൽ വേറെ ഒന്നുമില്ല, ഞങ്ങളുടെ വെള്ളിയാഴ്ച വരും, ഇവിടുത്തെ കുത്തുബ കുറച്ച് ഇഷ്ടമുള്ള കുത്തുബയാണ്, അതുകൊണ്ട് വരും കേൾക്കും, വേറെ സംഘടനയാണ്, വേറെ ആളെന്നൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം, പക്ഷെ ഈ തോന്നിയാസം നമ്മൾ സമ്മതിക്കൂല എന്നാണ്. അപ്പോ ആ പള്ളിയുടെ ഒക്കെ അവരാണ് അടിച്ച് തുടച്ച് വൃത്തിയാക്കി കൊണ്ടെടുക്കുക. അങ്ങനെ ഉമ്മാറുൽ മസാജിദ്, പള്ളി പരിപാലിക്കുന്നവർ, പള്ളി പരിപാലിക്കുന്നവർക്കുള്ളൊരു വലിയ മഹത്വമുണ്ട്. പള്ളി കമ്മിറ്റികൾ എന്ന് പറയുന്നത്, പള്ളിയിൽ നിസ്കരിക്കുന്നവരെന്ന് പറയുന്നത് അവിടുത്തെ ഫിനാൻഷ്യൽ ഡീലിങ്സിന്റെ ആൾക്കാരല്ല. അത് ഓരോന്നും എണ്ണിപ്പുറക്കി അതിന്റെ വാതിൽ കുറ്റിട്ട് അതിന്റെ ജനൽ കുറ്റിട്ട് അത് കമ്മിറ്റിക്കാർക്ക് മാത്രം നിർദ്ദേശിക്കപ്പെട്ടതല്ല. നോക്ക് നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര ഗൗരവത്തിലാണ് ഈ വിഷയത്തെ പറ്റി പഠിപ്പിച്ചത് എന്നത്. ഉരിളത് അലയ്യ ഉജൂറ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ പുണ്യങ്ങൾ എനിക്ക് അള്ളാഹു കാണിച്ചു തന്നു, എന്റെ ഉമ്മത്തിന് കൂലി കിട്ടുന്ന കാര്യങ്ങൾ എനിക്ക് അള്ളാഹു കാണിച്ചു തന്നു. ഹത്തൽ ഖദാതു യുഖ്രിജുഹ റജുലു മിനൽ മസ്ജിദ്, പള്ളിയിൽ നിന്ന് ഒരാൾ എടുത്ത് പുറത്ത് കിട്ടുന്ന ഒരു വേസ്റ്റ്, ഒരു 8 കാലിന്റെ 2 കാലൊക്കെ മുറിഞ്ഞിട്ട് ഒരു 8 കാലി അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഉറുമ്പടെ കിടക്കുന്നുണ്ട്, ചത്ത് കിടക്കുന്ന ഒരു ഉറുമ്പടെ കിടക്കുന്നുണ്ട്, അത് എടുത്തിടുന്നത് ഒരു വലിയ പുണ്യമായി എനിക്ക് കാണിച്ചു തന്നു എന്നാണ്. അപ്പൊ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് ഞാൻ വിചാരിച്ചത്ര നിങ്ങൾക്കൊക്കെ മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. പള്ളി എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച പോയി കാര്യങ്ങൾ ഡീൽ ചെയ്യാനുള്ളതും മരിച്ചാൽ അതിന്റെ മക്ബറയിൽ കൊണ്ടുപോയി മറവ്യാനുള്ളതും മാത്രമൊന്നുമല്ല, അത് ആ വ്യക്തിയുടെ ജീവിതവും വിശ്വാസവും നിലപാടൊക്കെ ആയിട്ട് ഏറെ ബന്ധപ്പെട്ടതാണ്. ഈ വിഷയം വേറെയും ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, ധാരാളം ഹദീസുകളിൽ കാണാൻ പറ്റും. പള്ളി ക്ലീനാക്കണ സ്ത്രീ മരിച്ചു, അപ്പൊ പ്രവാചകന്റെ പള്ളി ക്ലീനാക്കാൻ പുരുഷന്മാരില്ല കഴിഞ്ഞിട്ടൊന്നുമല്ല, ആ സ്ത്രീ സ്വയം സന്നദ്ധമായി ഇത് ഏറ്റെടുത്തപ്പോൾ റസൂലുള്ളാഹി വിട്ടുകൊടുക്കണം ആ കാര്യം.
അപ്പൊ പെണ്ണുങ്ങൾക്കും പള്ളി ക്ലീനാക്കാം. നമ്മളെ സ്ത്രീകളുടെ ഭാഗമൊക്കെ ശരിക്കും ക്ലീനാക്കണേ, അത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടണേ സഹോദരിമാരൊക്കെ ഉണ്ട്. അള്ളാഹു ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ. ചുമതലക്കാരും കാര്യമൊക്കെ ഉണ്ടെങ്കിലും ഇത് ഒരുപാട് ആളുകൾ ഇടപെടുന്ന ഒരു സ്പേസ് എന്നുള്ള നിലക്ക് ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന്റെ പ്രശ്നം ലിസ്റ്റ് ഔട്ട് ചെയ്യല്ല, അത് ചെയ്യേണ്ട ആളുകൾ ചെയ്യാൻ പറയുകയും ഇടപെടൊക്കെ വേണം. അതിന്റെ അപ്പുറത്ത് പള്ളിന്റെ കാര്യത്തിൽ വേറൊരു സംഭവം ഉണ്ട്. പള്ളിന്റെ ടോയ്ലറ്റ് ഒരിക്കലും മഞ്ഞയായിട്ട് കാണൂല. നമ്മളെ വീട്ടിലത്തെ ടോയ്ലറ്റ് നമ്മൾ കഴുകിയിട്ടില്ലെങ്കിലും എന്താ പള്ളിന്റെ ടോയ്ലറ്റ് ആണ് കേട്ടോ, പള്ളിന്റെ ടോയ്ലറ്റ്. അപ്പോ ഉമ്മാറുൽ മസാജിദ് ആരാ? പള്ളിയുടെ പരിപാലകരാരാ? പള്ളിയുടെ പരിപാലകർ എന്ന് പറയുന്നത് നാളെ പരലോകത്ത് വിളിക്കും പടച്ചോൻ. അയലോക്കക്കാരൊക്കെയാണ് വരിയോ എന്ന് വിളിക്കും. ആ വിളിയിൽ നമ്മൾ ഉൾപ്പെടാനുള്ള ഒരു മനോഗതത്തോടു കൂടിയുള്ള ഇടപെടലാണ് അവിടെ വേണ്ടത്. അവിടെ ഒരു നുറുമ്പ് കാണുമ്പോൾ, അവിടെ ഒരു വേസ്റ്റ് കാണുമ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന കാര്യം. അപ്പം ഈ പള്ളി ക്ലീനാക്കുന്ന സ്ത്രീ മരണപ്പെട്ടപ്പോ അവരെ മറവ് ചെയ്തു. അങ്ങനെയാണ് കേട്ടോ. അപ്പൊ പ്രവാചകനോട് ഇത് പറയാൻ വിട്ടുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താ എന്നോട് പറയാതിരുന്നു? എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തറിയോ? നമ്മൾ പലപ്പോഴും ഗൾഫിലൊക്കെ ആൾക്കാർ മരിച്ചാൽ നമ്മുടെ നാട്ടിൽ നിസ്കരിക്കും. അത് ആ ആശയത്തെ പൊളിക്കണ ഒരു കാര്യം കൂടിയാണ് ഈ പറയുന്ന ഹദീസ്. പ്രവാചകൻ പിന്നെ പള്ളിയിൽ നിന്നല്ല നിസ്കരിച്ച്, നേരെ അവരെ ഖബറിന്റെ അടുത്ത് ചെന്നു, ഖബറിൽ നിസ്കരിച്ചു. നമുക്ക് ജനാസ നഷ്ടപ്പെട്ട പിന്നെ ഖബറിൽ നിസ്കരിക്കണ്ടേ. ഇപ്പൊ പ്രവാസി സ്വന്തം മോന് മരിച്ചിട്ട് എന്നിട്ട് ജനാസക്കത്ത് എത്താൻ പറ്റാത്ത പ്രവാസിക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവൻ വരുമ്പോ അവിടെ നിസ്കരിക്കൂല. ഗായിബായ മയ്യത്തിന് നിസ്കരിക്കൂല. ഗായിബായ മയ്യത്തിന് അള്ളാഹുവിന്റെ റസൂൽ ഒരു തവണ നിസ്കരിച്ചിട്ടുള്ളൂ, നജ്ജാഷിക്ക് വേണ്ടി. നജ്ജാഷി ഇസ്ലാം സ്വീകരിച്ചു, പക്ഷെ അത് പരസ്യപ്പെടുത്തിയാൽ അവിടെ ജീവിക്കുന്ന അഭയം തേടി വന്ന മുസ്ലിങ്ങളെ കൂടി അത് ബാധിക്കുന്ന അദ്ദേഹം ചിന്തിച്ചു. അപ്പോ ക്രിസ്ത്യൻ ആചാരപ്രകാരം നജ്ജാഷി റഹിമഹുല്ലയെ മറവ് ചെയ്തു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടറിയ സ്വരത്തിൽ പറഞ്ഞു, അങ്ങ് അബിസീനിയയിൽ നിങ്ങളുടെ സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ട്, എല്ലാവരും എണീറ്റ് അദ്ദേഹത്തിനോട് നിസ്കരിക്കും. കാരണം ഇസ്ലാമിക നിയമപ്രകാരമുള്ള ഒരു ജനാസ അവിടെ നടക്കാത്തത് കൊണ്ടാണ് അങ്ങനെ കാര്യം പറഞ്ഞത് കേട്ടോ. നിങ്ങൾ എന്തിനാ ആൾക്കാരെ നിസ്കാരക്ക് കൂടെ വെറുതെ മുടക്കണോ? നിസ്കരിക്കണോ നിസ്കരിച്ചോട്ടെ എന്നായിരിക്കും ചില ആൾക്കാർ ചിന്തിക്കുക. നമ്മളൊരു പ്രശ്നം എന്താ അറിയോ? നമ്മളൊരു പറമ്പിൽ നമ്മൾ തെങ്ങ് കുഴിച്ചിട്ടു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോ നമ്മളെ പണിക്കാരനെ ഏൽപ്പിച്ചു. പണിക്കാരൻ പറഞ്ഞു, ഇപ്പൊ ലാഭം റബ്ബറാണ്, തെങ്ങൊക്കെ പറിച്ചിട്ടിട്ട് അവിടെ റബ്ബർ നട്ട് നമുക്ക് പറ്റുമോ? അള്ളാഹുവിന്റെ ദീനിൽ അള്ളാഹു നട്ടതുണ്ട്, അത് എടുത്താൽ മതി. അള്ളാഹു അതിന് കണ്ടൊരു രൂപമുണ്ട്. അപ്പോൾ നമ്മളൊരു മയ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ നല്ല പ്രാർത്ഥിക്കുക, പഠിച്ചോനെ എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്, ഒന്ന് മയ്യത്ത് നിസ്കരിക്കാൻ പോലും പറ്റില്ല, എന്റെ ഈ ഇസ്തിഗ്ഫാർ അയാൾക്ക് വേണ്ടിയുള്ളതെന്ന് സ്വീകരിക്കണം എന്ന് രണ്ടു കൈ ഉയർത്തി കണ്ണും നനച്ച് ചങ്കിടറി പറഞ്ഞാല് പിന്നെ വേറൊന്നിന്റെ ആവശ്യമില്ല. നമ്മൾ ആ ദീൻ അവിടെ പാലിച്ചപ്പോ എത്തിപ്പെടാൻ കഴിയാത്ത മയ്യത്തിന്റെ കാര്യത്തിൽ ദീനാണ് അവിടെ പാലിക്കണം, അതിന് കൂലി വേറെയും കിട്ടും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ചെന്ന് നിസ്കരിച്ചു എന്നാണ്. അപ്പൊ അവിടെ ആ ഒരു ക്ലീനിങ് നിർവഹിച്ച് സ്ത്രീക്ക് പ്രവാചകൻ കൊടുത്ത പ്രാധാന്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നത്തഖിദൽ മസാജിദ ഫീ ദീനാരിന വ അമറന അൻ നളളിഫഹ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പള്ളി ക്ലീൻ ആക്കാൻ പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു. നമ്മൾ സെക്കൻഡ് പാർട്ട്, ഈ ഹദീസിന്റെ രണ്ടാം പാർട്ടാണ് ഞാൻ എടുക്കുന്നത്. മാത്രമല്ല, അൽ ബുസാഖു ഫിൽ മസ്ജിദി ഖതീഅത്തുൻ വ കഫാറത്തുഹ ദഫ്നുഹ. പള്ളിയിൽ കഫം അല്ലേ, നമ്മൾ മൂക്കിലാണ് കൈയിട്ടിട്ട് അറിയാതെ അവിടെ വെച്ചു പോകുക, അല്ലെങ്കിൽ കഫം നിലത്ത് വീഴുക, ഇതൊക്കെ കുറ്റാണ്. പള്ളിയെ ഇസ്ലാം അത്രയും ഗൗരവത്തിൽ കാണുകയും കൈകാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. അതിന്റെ കഫാറത്ത് എന്താ? അത് അവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കലാണ്, അത് ദഫൻ ചെയ്യലാണെന്ന് പഠിപ്പിച്ചു. എന്താണ്? പാപങ്ങളിൽ, മനുഷ്യന്റെ പാപങ്ങളിൽ ഞാൻ കണ്ടു, അവന്റെ അടുത്തുനിന്ന് വന്ന വേസ്റ്റ് അവൻ ക്ലീൻ ആക്കാതെ, അള്ളാഹുവിന്റെ റസൂൽ പറയാം, പരലോകത്തെ കാര്യം പറയാം, അവന്റെ കയ്യിൽ വന്ന വേസ്റ്റ് ക്ലീൻ ആക്കാതെ അവൻ അവിടെ ഇട്ടുപോകുന്നത് വലിയ കുറ്റമായി കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാൻ. ഈ നിലക്ക് ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല, പള്ളിനെ കുറിച്ച് നടത്തിയ ഒരു പ്രയോഗത്തിൽ, ഇദാ റഅയ്തും യബീഉ ഔ യബ്തഉ ഫിൽ മസ്ജിദ് ഫയഖൂലു ലാ അർബഹല്ലാഹു തിജാറതക്. നിങ്ങൾ പള്ളിയിൽ വെച്ച ഒരാളെ കാണുകയാണ്, അയാൾ വിൽക്കുന്നു അല്ലെങ്കിൽ വാങ്ങുന്നു അല്ലെങ്കിൽ വിൽക്കാൻ ആവശ്യപ്പെടുന്നു, അങ്ങനത്തെ ഒരാളെ കണ്ടാൽ നിങ്ങൾ പറയണം, ലാ അർബഹല്ലാഹു തിജാറതക്, നിന്റെ കച്ചവടത്തിന് പടച്ചോണ്ടൊരു ലാഭവും തരാതിരിക്കട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മുസ്ലിം സമുദായം പള്ളിയെക്കുറിച്ച് വിചാരിച്ച് വെച്ചതല്ല പള്ളിയെന്നർത്ഥം. നമ്മളിങ്ങനെ സഫിലിരിക്കപ്പോ ഇതപ്പന് വില പറയണോ, എന്താ നമ്മളെ എന്താ വില പറയണേ, ഇജ് പറയ് സഫ് എന്നാണ്, എന്നാ പിന്നെ 25 ഉറപ്പിക്കുക, ആ കച്ചവടത്തിൽ ലാഭം ഉണ്ടാവൂല. എന്തപ്പോ പടച്ചോൻ അങ്ങനെ നിയമം പറയാൻ കാരണം? കച്ചവടവും ദുന്യാവും ഒക്കെ ഒന്ന് ആ ചെരുപ്പ് വെക്കണോടത്ത് ഇറക്കി വെച്ചിട്ട് ഈ സൊഫിലേക്ക് കയറിയിരുന്നിട്ട് പടച്ചോനോട് ആ കച്ചവടത്തിന്റെ, ആ കുടുംബത്തിന്റെ, ആ ദീനിന്റെയും ഒക്കെ കാര്യം പറയാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം അത്. അവിടെയും കച്ചവടം ആക്കണ്ട, അതതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? അവിടെയും കൂടിയും കച്ചവടം ആക്കണ്ട. അത്ര കൃത്യമായി
നോക്കൂ നിങ്ങൾ, ഇദാ സമിഅ്തുമുർ റജുല യൻഷിദു ദ്ദാല്ലത ഫിൽ മസ്ജിദി ഫയഖൂൽ ലാ റാദ്ദഹ അല്ലാഹു അലൈക്. ഒരാളൊരു സാധനം കാണാല്ല, പുറക്കൻ എങ്ങനെ പള്ളി എന്നെ മൊബൈൽ പോയി ഇവിടെ ഉണ്ടോ അല്ലേ, അതും കൂടിയും പള്ളിന്റെ ഉള്ളിൽ വേണ്ടാന്നാണ്. എന്റെ സാധനം കിട്ടാൻ സാധ്യതയല്ല മോനെ, നിങ്ങൾ അവനോട് പറഞ്ഞല്ലേ എന്ന്. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ മൊബൈൽ പോയാൽ ചോദിച്ചൂടാന്നാണോ? അതിങ്ങനെ ലേലം വിളിച്ചറിഞ്ഞ് നടക്കണേ സ്വരത്തിൽ പറ്റൂല. അപ്പോ പള്ളി എന്നുള്ള ആൾക്ക് വഖഫ് ചെയ്യപ്പെട്ട സ്ഥലത്തിന് അത്രയും വലിയ പ്രാധാന്യവും മഹത്വവും ഇസ്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മൻ അക്കല മിൻ ഹാദിഹി ശജറ, ഉള്ളി കാണിച്ചിട്ട് പറഞ്ഞു ഇത് കഴിച്ചിട്ട് ഫല യഖ്റബന്ന മസ്ജിദന, നമ്മളെ പള്ളിക്ക് നിങ്ങൾ വരരുത്, വായ കഴുകാതെ വരരുത്. വായ കഴുകാതെ പള്ളിക്ക് ഒരു വ്യക്തി ഒരിക്കലും വരരുത്. മാത്രമല്ല പള്ളിയിൽ ഒച്ചുണ്ടാക്കുന്നതിനെ കുറിച്ച്, ബഹളം ഉണ്ടാക്കരുത് എന്ന് കൃത്യമായി പഠിപ്പിച്ചു അല്ലെ. ഓരോരുത്തരും അലാ ഇന്ന കുല്ലുക്കും മുനാജിൻ റബ്ബഹു ഫലാ യുദിയന ബഅദുക്കും ബഅദൻ, നിങ്ങളൊക്കെ അള്ളാഹുവോട് സംഭാഷണം നടത്തുകയാണ്, നിങ്ങൾ പരസ്പരം ദ്രോഹിക്കരുത്. എന്താ, ഒരാൾ ബാക്കിൽ നിന്നുകൊണ്ട് ഉറക്കനെ വർത്താനം പറയുമ്പോൾ തന്നെ ഇയാളെ ശ്രദ്ധ തെറ്റി അല്ല ദിക്റൊക്കെ നിർത്തിയാണ് പോകും. അപ്പോ പള്ളിയിൽ ഇടപെടുന്നതിന് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. ഒരാളൊരു സ്വപ്നം എണീറ്റ് പോകുകയാണെങ്കിലും പതുക്കെ എണീക്ക. എന്റെ എണീക്കല് വേറെ ആൾക്ക് ദിക്റന്ന് എണീറ്റ് പോകാനുള്ള പ്രചോദനം ആകരുത് എന്നുള്ള നിലക്കാണ് യഥാർത്ഥത്തിൽ അത്തരമൊരു കാര്യം നമ്മൾ നിർവഹിക്കുന്നത്. എത്തിയാൽ അന്നാസി സമാനുൻ, ജനങ്ങൾക്കൊരു കാലഘട്ടം വരും, എന്താണ്, അവരവരുടെ പള്ളികളിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കും. ലൈസ ഹമ്മുഹും ഇല്ല ദുന്യ, ദുന്യാവ് മാത്രം അപ്പോഴും ഉണ്ടാകുക എന്ന് പറഞ്ഞാല് ചെരുപ്പ് ഊരിയൊക്കെ ദുന്യാവ് ഊരി വെക്കാതെ കുറച്ച് ആൾക്കാർ കയറി വരും. ഓന്റെ ചിന്ത ഫുള്ള് നിസ്കാരം 2 ആയത്ത് നീളുമ്പോഴേക്ക് പഠിച്ചോനെ എന്താകുക അല്ലേ, അവിടെ വൈകോ ഇവിടെ വൈകോ, അങ്ങനെയാകോ ഇങ്ങനെയാകോ, ഈ ചിന്തകളിലായിരിക്കും അവരുണ്ടാകുക എന്നാണ്. അതുകൊണ്ട് തന്നെ പള്ളി എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്രയും പ്രധാനപ്പെട്ട ഇടമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകേണ്ടത്. മുസ്ലിം സമുദായം അതിന് മനസ്സിലാക്കിയ ഒരു പ്രാധാന്യമല്ല പള്ളികൾക്ക് ഉള്ളത്. അങ്ങനെയൊക്കെ ഒരു പ്രാധാന്യം ഞാൻ കൊടുക്കുന്നുണ്ടോ എന്ന് ഇന്ന് ആലോചിച്ചാൽ ഇന്ന് നമ്മൾ കേട്ട ഖുത്ബ മുതലായി. മനസ്സിലായില്ലേ? ഞാൻ പള്ളി, അള്ളാഹു നാളെ അയലോക്കക്കാരൊക്കെ ഇങ്ങോട്ട് വരട്ടെ, എന്റെ അയലോക്കക്കാരൊക്കെ ഇങ്ങോട്ട് വരട്ടെ അറിയുമ്പോൾ ആ അയലോക്കക്കാര് പള്ളിയുടെ പരിപാലകൻ എന്ന ലിസ്റ്റിൽ എനിക്ക് പെടാൻ പറ്റുമോ? അങ്ങനെ ഉറപ്പായിട്ടും പെടാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർ ഈ സദസ്സിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അതെ, പള്ളിയുടെ നിർമ്മാണം, പള്ളിയുടെ പരിപാലനമൊക്കെ. അപ്പൊ അവർക്കും തിരിയേണ്ട ഒരു കാര്യമുണ്ട്. ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ ശൈത്താൻ ഇട്ട് കൊടുക്കും. എന്നിട്ടാണ് സ്വീപ്പാക്കും, പല നിലക്കും സ്വീപ്പാക്കും. എന്താ, പല നിലക്കും സ്വീപ്പാക്കും. എങ്ങനെയൊക്കെ സ്വീപ്പാക്കുക? ആ ചിന്ത, ഇത് ഞാനാണ് ചെയ്തത് എന്നുള്ള പറയാനുള്ള ഒരു ടെൻഡൻസി ശൈത്താൻ അവരുടെ ചുണ്ടിൽ വെച്ചു കൊടുക്കും. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മൾ ആരാണെങ്കിലും. കാരണം എന്താ, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അള്ളാഹുവിന്റെ റസൂൽ പറയാ അശ്ശിർക്കുൽ അസ്ഗറാണ്, ചെറിയ ശിർക്കാണ്. എന്താ ശിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ? അത് റിയാ ആണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മഹാപണ്ഡിതന്മാർ പറഞ്ഞു 20 കൊല്ലമായിട്ട് റിയാ ഇല്ലെന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പല പരിശ്രമവും നടത്തി, ഇപ്പോഴും ഫുള്ള് രക്ഷപ്പെട്ടു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്താ, ഞാനൊരു ദീനൊക്കെ കാര്യമായിട്ട് സൂക്ഷിക്കേണ്ട ഒരാളാണെന്ന് ഇങ്ങനെ തോന്നിപ്പിക്കുന്ന വാക്കും പ്രവൃത്തിയും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള പരിശ്രമം ഞാൻ നടത്തിയിട്ട് ഇന്നേ വരെ ഞാൻ കൈസലായിട്ടില്ല എന്ന് പറഞ്ഞ ആ പണ്ഡിതന്റെ ഈ വാചകം വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതം വായിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ കണ്ടൊരു മനോഹരമായൊരു സംഭവം എന്താ അറിയോ? അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറയാം, ഞങ്ങൾ ചെല്ലുമ്പോ ഉസ്താദ് ഓതി കരയണത് ഞങ്ങൾക്ക് പുറത്തുനിന്ന് കേൾക്കാം അദ്ദേഹത്തിന്റെ കുടിലിന്റെ ഉള്ളില്. ഞങ്ങളെ കാൽപെരുമാറ്റം കണ്ട അപ്പം മൂപ്പര് മുഖക്കൊക്കെ എഴുകി വൃത്തിയായിട്ട് ഇങ്ങനെ വരും. ഞാൻ പുറക്കത്തുനിന്ന് നീച്ചതാണ് എന്നുള്ള നിലക്ക വരിക, ഇത്രയും നേരം കടന്നുറങ്ങിപ്പോയി എന്നുള്ള നിലക്ക വരിക എന്നാണ്. അത്ര സൂക്ഷ്മത പാലിച്ചവർക്ക് പോലും ഇത് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ശൈത്താൻ പിന്നാലെ നടന്ന് നമ്മളെ അമല് കളയും അല്ലെ. ഇപ്പൊ ഈ പള്ളിന്റെ നിർമ്മാണവും കൺസ്ട്രക്ഷനും ഒക്കെ നടക്കണം. ഇവിടെ ഈ പള്ളി നിർമ്മിച്ചു വന്നപ്പോൾ ഇതിലൊക്കെ ഇടപെട്ട കുറെ സുഹൃത്തുക്കളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അവരെ തന്നെ ഉദാഹരണം എടുത്ത് പറയാണ്. നമുക്ക് ഇങ്ങനെ തോന്നുന്നത് ഈ പള്ളി ഞാനുണ്ടാക്കിയ, നേരെ തിരിച്ചാകാം, അൽഹംദുലില്ലാഹ് ഈ പള്ളി ഉണ്ടാക്കാൻ പറ്റിയല്ലോ ആകാം. നേരെ തിരിച്ച് ശൈത്താൻ ചിന്തകൾ ടിസ്റ്റ് ചെയ്താല് ഭയങ്കര പ്രശ്നമാണ്. നോക്കൂ നിങ്ങൾ, ഒരു ഹദീസ് കൂടി, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പള്ളികളാണ്. വബഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹ, അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അങ്ങാടിയാണ്. നമ്മൾ തോന്നുന്ന സമയം എവിടെ, നമ്മൾ കൂടുതൽ സമയം എവിടെ? അതിനർത്ഥം അങ്ങാടിക്ക് ഇറങ്ങാൻ പാടില്ല എന്നല്ല. ഓരോ സ്ഥലത്തും നമ്മൾ നിൽക്കേണ്ട മാതിരി നിൽക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ് അതിന്ന് പഠിയേണ്ടത്. നോക്കൂ, റസൂലുള്ളാഹി പഠിപ്പിച്ചു, മൻ ബനാ മസ്ജിദൻ യബ്തഗി ബിഹി വജ്ഹല്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഒരാളൊരു പള്ളി ഉണ്ടാക്കിയാൽ ബനല്ലാഹു ലഹു മിസ്ലഹു ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരു വീടുണ്ടാക്കി കൊടുക്കും. ബനല്ലാഹു ലഹു ഫിൽ ജന്നത്തി മിസ്ലഹു, എങ്ങനെയാണോ പള്ളി ഉണ്ടാക്കിയത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ജപ്പാനിൽ ഏകദേശം 10 കോടി രൂപ ചെലവാക്കി പള്ളി ഉണ്ടാക്കിയ ഒരു വലിയ ഷേഖിനെ വ്യക്തിപരമായി പരിചയപ്പെടാൻ പറ്റിയിരുന്നു. ഞാൻ ആ സംഭാഷണത്തിനിടക്ക് അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് ഓരോ കോടിയാക്കി തന്നെങ്കിൽ 10 പള്ളി ഉണ്ടാക്കായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞതാണ്, നമ്മൾ എങ്ങനെയാണോ ഉണ്ടാക്കി കൊടുക്കുന്നത് അങ്ങനത്തെ പഠിച്ചുണ്ടാക്കി തരാം.
നമ്മൾ എങ്ങനെയാണോ ഉണ്ടാക്കി കൊടുക്കുന്നത് അങ്ങനത്തെ അദ്ദേഹത്തിന്റെ പ്രചോദനമാണത്. ഭയങ്കര വലിയ സ്ഥലം എടുത്തിട്ട് ടൗൺഷിപ്പിൽ അങ്ങനത്തെ ഒരു പള്ളി ഉണ്ടാക്കാനുള്ള അദ്ദേഹത്തിന്റെ പ്രചോദനമാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഓരോരുത്തർക്കും പറ്റിയതുപോലെയാണ്. നിങ്ങൾ ഒരു മഫ്ഹസ് ഖതാത്ത്, ഒരു കുരുവിക്കൂടിന്റെ അത്ര പോകുന്ന ഒരു പള്ളിയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുക എന്നാണ് മറ്റൊരു ഹദീസിലുള്ളത്. ഒരു കുരുവിക്കൂടിന്റെ അത്ര പോന്ന ഒരു പള്ളിയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുക എന്നാണ്. അപ്പോഴും കിട്ടും ഈ പറയണ സ്വർഗം എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഖുതുബയുടെ ഒരു ചുരുക്കത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പള്ളികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സ്ഥാനവും മഹത്വമൊക്കെ അതൊന്ന് പുനർവായിക്കാനുണ്ട് എന്നത് തന്നെയാണ്. അതൊന്ന് പുനർവായിക്കാനുണ്ട്. സലഫുകളുടെ ജീവചരിത്രമൊക്കെ എടുക്കുന്നിടത്ത് അവര് ഈ പള്ളികളെയൊക്കെ കണ്ടിരുന്നത് എങ്ങനെയാണ്? അപ്പൊ അതിനുള്ള ബാധ്യത ഒന്ന് ബിനാ ഉൽ മസ്ജിദ്, പള്ളി ഉണ്ടാക്കുക. എവിടെയൊക്കെ പള്ളി ഉണ്ടാക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഭാഗമാവുക. അപ്പൊ നമുക്കൊക്കെ അങ്ങനെ അവസരങ്ങൾ വരുന്നവരാണ്. നമ്മളെ പള്ളികളിലൊക്കെ എന്ത് ചെയ്യും, പല പല പള്ളികളുടെ കളക്ഷനും കാര്യമൊക്കെ വരും. അപ്പൊ രണ്ട് നിലക്ക് ചിന്തിക്കാം, ഇത് എന്താപ്പത് പുള്ളി പിരിവ് തന്നെ. ശരിക്കും ഇൻവെസ്റ്റ്മെന്റ് ആണ്. ദീനി രംഗത്തുള്ള ഓരോന്നിനും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണുന്നത്. ആ പള്ളിക്ക് കൊടുത്തു, ആ പള്ളിയിലെ തസ്ബീഹിന്റെ തക്ബീറിന്റെ തഹ്ലീലിന്റെ ഒക്കെ ഓഹരി ആ നിലക്ക് കിട്ടും. അപ്പൊ നമ്മുടെ പള്ളി നിങ്ങളൊക്കെ തന്ന പൈസ വെച്ചിട്ട് നമ്മൾ അതിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങി. നിങ്ങൾ കയറിയപ്പോൾ കണ്ടിട്ടുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വേഗത്തിൽ നമുക്ക് പൂർത്തിയാക്കി തരുമാറാകട്ടെ. ഒരുപാട് വലിയ സ്വപ്നങ്ങളുണ്ട്. ഈ ഒരു ഫ്ലോറാണ് പൊങ്ങുമ്പോൾ ഒരുപാട് വലിയ സ്വപ്നങ്ങളുണ്ട്. എന്താ, ഒന്ന് നിസ്കാരം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം മദ്രസയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മദ്രസയാണ്. മദ്രസ നമുക്ക് ഉള്ളൊരു പരിമിതിയിൽ ഇങ്ങനെ കഷ്ടപ്പെടുകയാണ് നമ്മൾ. അപ്പോൾ പലപ്പോഴും ഉള്ള പ്രശ്നം, പെൺകുട്ടികൾക്ക് ഇപ്പോൾ പള്ളിയിൽ കയറാൻ പറ്റാത്ത സമയം ഉണ്ടാകും. അപ്പോൾ അവർക്ക് മദ്രസക്ക് സാധിക്കാത്ത സാഹചര്യങ്ങളുണ്ട്. ഇത്ര ആളുകൾ മദ്രസ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഭയങ്കര ധൈര്യമായിട്ട് പറയും കേട്ടോ, ധൈര്യമായിട്ട് പറയും. നമ്മളെ മദ്രസയിലെ കുട്ടികൾ അങ്ങനെ ഇരുത്തിയിട്ട് നിങ്ങൾ അവരെ വിളിച്ചിട്ടൊന്ന് ഖുർആൻ ഓദിക്കുക. നമ്മളതാ പറയാം. നല്ല ഗംഭീരമായ സ്വരത്തിൽ അവർ നിങ്ങൾക്ക് ഖുർആൻ ഓദിത്തരും, ഉഷാറായിട്ട് ഖുർആൻ ഓദിത്തരും. ഏറ്റവും തജ്വീദിന്റെ നിയമങ്ങൾ അനുസരിച്ച് ഖുർആൻ ഓതുന്ന കുട്ടികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ മദ്രസന്റെ ലക്ഷ്യം. ധൈര്യത്തിൽ പറയാം, ആർക്കും വിളിച്ച് ഓദിപ്പിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അതാണ് നമ്മളൊരു ലക്ഷ്യം. അപ്പോൾ പള്ളിയുടെ വിഷയത്തിൽ ധാരാളം സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തവരുണ്ട്, അവർക്ക് ഇനിയും ചെയ്യാം. നമുക്ക് ആദ്യഘട്ടം പൂർത്തിയാക്കാനുള്ള പൈസ ഉണ്ടാകുമെന്നാണ് നമ്മൾ ധരിച്ചിരുന്നത്. പക്ഷേ ആ പൈസ സ്കെൽട്ടൺ വാർക്കാനുള്ള പൈസ, അതിലേക്ക് ഇനിയും നമുക്കൊരു 6-7 ലക്ഷം റുപ്യന്റെ കുറവുണ്ട്. കൊട്ടേഷനൊക്കെ കൊടുത്ത് വന്നപ്പോൾ അപ്പോൾ ഓഫർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. അവരൊന്ന് ഞെരുങ്ങിയിട്ടാണെങ്കിലും അതുകൊണ്ട് തീർക്കുക. ഞെരുങ്ങിയിട്ട് കൊടുക്കണ പൈസക്കൊരു വലിയ പുണ്യമുണ്ട്. അഫ്ളലു സദഖ ഏതാന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത സദഖ, നീ സദഖ കൊടുക്കുക. അൻത സഹീഹുൻ, നീ ആരോഗ്യവാനായിരിക്കുമ്പോൾ ഈ പൈസ കൊണ്ട് പല പരിപാടി നടത്തിക്കാൻ പറ്റണം സമയത്ത് കൊടുക്കുക. ഷഹീഹുൻ, നിന്റെ മനസ്സിൽ പിശുക്ക് ഉപദേശിക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പൊ ഇനിയിപ്പോ ഡിസംബർ വരാനായി, സീസൺ ആകാനായി, അപ്പോൾ പർച്ചേസിനുള്ള പൈസയാണ് എന്ന് വിചാരിച്ചിരിക്കണ പൈസ അല്ലേ, അതെടുത്തിട്ട് കൊടുക്കുക. പിന്നെ തഖ്ശൽ ഫഖർ, ഇത് കൊടുത്താൽ ഞാൻ ദരിദ്രനാകുന്നു പേടിക്കണ സമയത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇത് ഇന്ന ബിസിനസ്സിൽ ഇറക്കിയ സമ്പന്നനാകുമെന്ന് വിചാരിക്കുന്ന സമയത്ത് കൊടുക്കുക. നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മളെ കാര്യവട്ടത്തേക്ക് എത്തുന്നതിന്റെ തൊട്ട് മുമ്പ് ഒരു 100 മീറ്റർ മുമ്പ് ലെഫ്റ്റ് സൈഡിലൊരു പള്ളിയുണ്ട്. ആ പള്ളി ഒരാൾ 40 ലക്ഷം രൂപ കച്ചവടത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഒരു 5-6 സ്ഥലത്ത് പോയി നോക്കിയിട്ട് പെരിന്തൽമണ്ണയിലെ നമ്മളൊരു പണ്ഡിത സുഹൃത്തിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതൊക്കെ പൊട്ടും ബിസിനസ്. പൊട്ടാത്തൊരു ബിസിനസ് ഏതാണെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരു പള്ളി ഉണ്ടാക്കലാണ് പൊട്ടാത്ത ബിസിനസ്. ഒരു 40 ലക്ഷം റുപ്യ എന്താ ഒരു പള്ളി ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന പള്ളിയാണത്. ഞാൻ പറയണത്, സഹോദരിമാരോടൊക്കെ പറയണത്, സ്വർണ്ണത്തിനൊക്കെ നല്ല വിലയുള്ള സമയമാണ്. ഈ സ്ത്രീകളും സ്വർണ്ണം എന്നുള്ളത് ആകെ പറഞ്ഞ് വഷളാക്കിയൊരു വിഷയമാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ ഇത്തിരി പേടിയാണ്. എന്താണ്, നമ്മളെ ശരീരത്തിലെ ഒരു സ്വർണ്ണം എടുത്ത് നമ്മൾ കൊടുക്കുമ്പോൾ അത് നമുക്ക് എത്രയും പ്രിയപ്പെട്ടതാണെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ ഒരു പുണ്യമുണ്ട്. ഇപ്പോൾ നല്ല വിലയുള്ള ടൈമാണ്. കുറഞ്ഞ ആളുകൾ തീരുമാനിച്ചാൽ തന്നെ പള്ളി പൊടുന്നനെ പൊക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്കൊരു കുറവും വരില്ല. പടച്ചോന് വേണ്ടി കൊടുത്ത സ്വതക്കന്റെ പ്രത്യേകത എന്താ അറിയോ? പടച്ചോന് വേണ്ടി കൊടുത്ത സ്വതക്കന്റെ പ്രത്യേകത, പടച്ച റബ്ബ് അത് തിരിച്ചു തരുന്നത്. ഈ തിരിച്ചു തരുന്ന പരലോകത്ത് തരുന്ന തരല് മാത്രമല്ല, ദുന്യാവിൽ നിന്നും എന്ത് ചെയ്യും, അത് തിരിച്ചു വരുമെന്ന് നമുക്ക് കൃത്യമായി ഇസ്ലാമിക ചരിത്രത്തിലെ ഹദീസുകളും വചനങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കുന്ന ധാരാളം വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പടച്ചോന് കൊടുത്തതാണെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തിരിച്ചു തരുന്നതാണ്. ധാരാളം വരികൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ അതിന്റെ വിശദാംശത്തിലേക്ക് പോണില്ല. ഇരട്ടി തരുന്നും തിരിച്ചു, അള്ളാഹുവിന് വേണ്ടി നഷ്ടപ്പെടുത്തിയത് അള്ളാഹു തിരിച്ചു തരുന്നതാണ്, ഒരു സംശയമല്ല. അതുകൊണ്ട് സഹോദരിമാരെ ഞാൻ ഒന്നുകൂടി അതിൽ പ്രേരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഇപ്പോൾ അത് കുറച്ച് ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ദൗത്യം വളരെ വലിയ രീതിയിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകരുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. പള്ളികൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ അതിനുണ്ടാകേണ്ട സ്ഥാനത്തെക്കുറിച്ചും അവിടെ ഒരുപക്ഷെ നമ്മളധികം മനസ്സിൽ വെക്കാത്ത ചില വിഷയങ്ങളെക്കുറിച്ചൊക്കെയാണ്
നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ജാരിയായ സദഖ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം നമ്മളെടുത്ത് വേണം. ജാരിയായ സദഖ എന്ന് പറഞ്ഞാൽ എന്താ? എന്നും നിലനിൽക്കുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ മദീനയിൽ പോയാൽ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറഞ്ഞ് ഇറങ്ങുന്ന സ്ഥലത്തിനാണ് ബൈറൂഹാ, പഴയ ബൈറൂഹാ തോട്ടം. അതാണ് ബൈറൂഹാ തോട്ടം ഇസ്ലാമിന് കൊടുക്കുകയാണ്. അന്നത്തെ ഏറ്റവും വലിയ സ്ഥലം. റൂമാ കിണർ ഇസ്ലാമിന് വേണ്ടി വാങ്ങിക്കൊടുക്കുകയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ ചില സ്വതക്കകളൊക്കെ കാണാം. ഇപ്പം ഈ സൗദി അറേബ്യയിലൊക്കെ പോയ ആളുകൾക്ക് സൗദി അറേബ്യയിലെ ഔക്കാഫിന്റെ ഏറ്റവും വലിയൊരു തോട്ടമുണ്ട്. കിലോമീറ്ററുകൾ നീണ്ടു നിൽക്കണ, യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും. പിന്നെ കിലോമീറ്ററുകൾ നീണ്ടു നിൽക്കണ വലിയ തോട്ടാണ്, ഈത്തപ്പന തോട്ടാണ്. അതൊരു വ്യക്തി കൊടുത്ത ഹദിയാണ്, ഒരു വ്യക്തി കൊടുത്ത സ്വതക്കയാണ്. അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിച്ച് ജീവിക്കുകയാണ് അദ്ദേഹം. വയോധികനാണ്, ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 1 രൂപ സ്കൂളിന് ഫീസില്ലാത്തത് കൊണ്ട് അടുത്ത വർഷം സ്കൂളിൽ വരാൻ കഴിയില്ല എന്നുള്ള നിലക്ക് ഒരു ചെറിയ കുട്ടി ഇങ്ങനെ ഇരുന്ന് കരയണത് കണ്ടപ്പോൾ പഠിപ്പിക്കണ മാഷ് പോയിട്ട് ചോദിച്ചു, എന്താ മോനെ കരയണോ? അടുത്ത കൊല്ലം എനിക്ക് സ്കൂളിൽ വരാൻ പറ്റൂല. അപ്പൊ ആ 1 റുപ്യ, 1 റിയാൽ എടുത്തിട്ട് കൊടുത്തു, നീ കൊണ്ടുപോയി ഓഫീസിൽ അടച്ചു. ആ കുട്ടിയാണ് പിന്നീട് സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായി മാറുന്നത്. അൽറാജി സ്ഥാപനങ്ങളൊക്കെ ധാരാളം കാണാൻ പറ്റും. അൽറാജി ബാങ്ക് തൊട്ട് ഒരുപാട് സാധനങ്ങൾ കാണാൻ പറ്റും. പിന്നീട് ഈ കുട്ടി വലിയ സമ്പന്നനായി ഉസ്താദിന്റെ അടുത്തേക്ക് വലിയ കാറും കൊണ്ട് ചെല്ലുകയാണ്, ഉസ്താദിന് ഗിഫ്റ്റുമായിട്ട്. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ കൊടുക്കുന്ന സ്വതക്കകളൊക്കെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു തരും. ഞാൻ ഈ മിമ്പറിൽ തന്നെ നേരത്തെ പറഞ്ഞ നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുള്ള ഒരു അനുഭവം കൂടി ഉണ്ട്, അതുകൂടി പറയാം. എന്താ അറിയോ? അനുഭവ കഥയായി അറബികൾക്കിടയിൽ പറയുന്നതാണ്. ഒരു ബാലൻ, ഒരു ചെറിയ ബാലൻ, അവൻ ഇങ്ങനെ വിശന്ന് വലഞ്ഞ് 2-3 ദിവസമായി ഭക്ഷണം കിട്ടിയിട്ട് അനാഥനാണ്. തെണ്ടി തിരിയുമ്പോൾ വലിയൊരു വീട് കണ്ടു. വീടിന്റെ ഗേറ്റിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തലട്ടപ്പോൾ ഒരു സ്ത്രീ വിളിച്ചു. അവന്റെ വിശപ്പൊക്കെ മനസ്സിലാക്കിയിട്ട് വലിയൊരു പാത്രത്തിൽ പാല് കൊടുത്തു. പാലൊക്കെ കുടിച്ചവൻ പോയി. തലമുറകൾ മാറി വന്നപ്പോൾ ഇവരുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചുപോയി. ഈ സ്ത്രീ ആരുമില്ലാതായി, സംരക്ഷണത്തിന് ആരുമില്ലാതായി. അങ്ങനെ ഉണ്ട്, വലിയ തറവാടായിരിക്കും. അതിന്റെ വലിയ വരുമാനം കട്ടാകുമ്പോൾ ചിലപ്പോൾ സക്കാത്തിന്റെ നിലവാരത്തിൽ എത്തിയിട്ടുണ്ടാവും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പം അങ്ങനത്തെ ഈ സ്ത്രീ ഒരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. ചികിത്സക്കുള്ള ചെലവൊന്നും വരുന്നില്ല. അവസാനം ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസത്തെപ്പോൾ നഴ്സിനോട് പറഞ്ഞു, സിസ്റ്ററെ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, ഞാൻ എന്ത് ചെയ്യും? പറഞ്ഞു, ഇവിടുത്തെ ഡോക്ടർ ഒരു നല്ല മനുഷ്യനാണ്, അയാൾ നിങ്ങളെ പരിഗണിച്ച് നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു തരും. അവസാനം ബില്ല് വന്നപ്പോൾ ബില്ലിൽ ഇങ്ങനെ റെഡിങ് കൊണ്ട് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് അതിലൊരു വാചകം എഴുതി വെച്ചിരുന്നു, അന്ന് വിശന്ന് തളർന്നു വന്ന ആ ബാലന് നിങ്ങൾ കൊടുത്ത പാലിന്റെ വില ഇപ്പോഴാകാത്തത് കൊണ്ട് നിങ്ങളുടെ ബില്ല് അടക്കേണ്ടതില്ല. പാലിന്റെ പൈസ ആകണം അന്ന് ബില്ലടച്ചാൽ മതി. ആ പഴയ ദരിദ്രനായ കുട്ടിയാണ് ഇന്ന് ഡോക്ടറായി മാറിയത്. അറേബ്യൻ ലോകത്ത് പറഞ്ഞൊരു സംഭവ കഥയായിട്ട് പറയുന്നതാണ്. ഇത് സംഭവ കഥയല്ലെങ്കിലും നമുക്കിതിലൊക്കെ പാടുണ്ട്. നമ്മൾ കൊടുക്കണതേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും വീണ്ടും ഒന്ന് പ്രചോദിപ്പിക്കുകയാണ്. പള്ളിക്കാണ് കൊടുക്കുന്നത്, മനസ്സറിഞ്ഞ് പറ്റണത്ര എല്ലാവരും കൊടുക്കുക. 2-3 ഘട്ടങ്ങളായിട്ട് കൊടുക്കുക. ഓഫർ ചെയ്ത ആളുകളൊക്കെ ഓഫർ ഫില്ല് ചെയ്താൽ ഇതിന്റെ കാര്യങ്ങളുമായിട്ട് നിരന്തരം ഓടുന്ന കുറെ ആൾക്കാരുണ്ട്. അവരിപ്പോ ഇങ്ങനെ പൈസ ഓരോന്നിങ്ങനെ തീരുമ്പോൾ പണി പാതി വഴിയിലായി പോകുമെന്നുള്ള ഭയമൊക്കെ ഉണ്ടാകും. ഓൺലൈനിൽ തന്നെ കേൾക്കുന്ന ആളുകൾ എല്ലാ ആഴ്ചയും എന്ന് പറയുമ്പോൾ ഒരു 5000 മുതൽ 10000 വരെ ആളുകളൊക്കെ നമ്മളെ ഖുത്ബ കേൾക്കലുണ്ട്. ഞാൻ പറയണത് എൻ്റെ ഖുത്ബന്റെ മഹത്വം പറയണമെന്നല്ല, ആ കേൾക്കുന്ന ആളുകളുടെ ഒക്കെ കേൾവിയുടെ ഒരു ഓഹരിയും കൂടി ഇവിടെ പങ്കെടുക്കുന്നവർക്ക് ഉണ്ടാകും, ഈ പള്ളിയെ സഹായിക്കുന്നവർക്ക് ഉണ്ടാകും. ഈ മിമ്പർ ഉള്ളതുകൊണ്ടാണ്, ഈ മൈക്ക് വർക്ക് ചെയ്യണോണ്ടാണ് ഇവിടെ ഈ ഖുത്ബ നടക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഒരു ഓഹരി നമുക്ക് കിട്ടും. ഒരുപാട് ആളുകൾ നന്മ ഉൾക്കൊള്ളുന്ന ഒരു സന്ദേശങ്ങൾ ഈ പള്ളിയിൽ നമുക്ക് പറയാൻ സാധിക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും ഇവിടെ വന്ന് എന്നെ കേൾക്കണേ, വന്ന് കേൾക്കണ പോലെ എന്നെ കേൾക്കണേ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരോടൊക്കെ പറയണേ, ഞങ്ങളെ നിങ്ങൾ സഹായിക്കണം. ഈ ഒരു സംരംഭം വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഹറമിലും മറ്റൊക്കെ ഉള്ള ആളുകളുണ്ട്, അവരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ മുഅ്മിനുകളിൽ മുഖ്ലിസുകളിൽ മുത്തഖീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വഴിയിൽ സഞ്ചരിക്കാനുള്ള തൗഫീഖിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. നമ്മുടെ പള്ളിയും സംരംഭങ്ങളൊക്കെ അല്ലാഹു പെട്ടെന്ന് അത് പൂർത്തീകരിച്ച് നമ്മുടെ സ്വപ്നങ്ങളുടെ ഉപരിയിൽ സഞ്ചരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അദിൽ ശിർക വൽ മുശ്രിക്കീൻ, اللهم اذل الشرك والمشركين، ربنا اتنا في الدنيا حسنه وفي الاخره حسنه ربنا وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين. الحمد لله رب العالمين وصلى الله عليه وسلم.